ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷീ ടോക്ക് ഡയറീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് പൊതുവേ മറ്റുള്ളവരുടെ എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ദിവസം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഒരു ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെന്താ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നേരം വെളുത്തു, ഞാൻ എഴുന്നേറ്റു. പിന്നെ ഞാൻ ഈ കിടക്കുന്ന ഒരു റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടുച്ചയാണ് വെച്ചെങ്കിലും ഈ റൂമിൽ 2 ജനല ഭാഗത്തും കേർട്ടൻസ് ഇട്ട കാരണം ഭയങ്കര കൂളിങ്ങും പിന്നെ അതേപോലെ ഭയങ്കര ഇരുട്ടൊക്കെ ആയിരിക്കും. പുറത്ത് എത്ര വെളിച്ചുണ്ടെങ്കിലും അതൊന്നും അകത്തേക്ക് അത്ര അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ജനലയുടെ ഈ ഭാഗത്തായിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട 2 ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ട് കാണിക്കുകയാണ്. കണ്ട 2 ബേബീസും പിന്നെ ഇവരുടെ പാരൻസ് മയ്യത്തായിപ്പോയി, പാവങ്ങൾ. ഇപ്പോൾ ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റും കൂടി ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര കെയർ ചെയ്തിട്ട് മൂപ്പരെ അവിടെ നോക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു റൂമിൻ്റെ ഒരു ജനല ഭാഗം. ഞാൻ എഴുന്നേറ്റാൽ ഈ ഒരു പൊസിഷനാണ് ഞാൻ കാണാറ്. അപ്പോൾ എൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞാൻ കുറച്ച് പച്ചപ്പൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ സൈഡിലുള്ള ഒരു പറമ്പാണിത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരു സൈഡിലുള്ള ഒരു മരമാണിത്. ഭയങ്കര രസമാട്ടോ കാണാൻ. ഇതിൻ്റെ പേരെന്താന്ന് കറക്റ്റ് എനിക്കറിയില്ല, പക്ഷെ ഇതൊരു പൂമരം പോലെ അതിൻ്റെ ചില്ലകളിലൊക്കെ ഫുള്ള് പൂ വന്നിട്ട് ഭയങ്കര രസമാണ് കാണാൻ. കണ്ട ഈ ഒരു തരത്തിലുള്ള ഒരു ഫ്ലവറാണ് അതിൻ്റെ മുകളിൽ ഉണ്ടാവുക. അത് ഇപ്പോൾ തീരെ ഉണ്ടായിരുന്നില്ല, ചില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുള്ള് ഇലകളൊക്കെ വന്നു. ഇപ്പോൾ വീണ്ടും പൂവൊക്കെ വിരിഞ്ഞ് വരികയാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണ്. രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചതിന് ശേഷം ഇങ്ങനെ കുടിക്കാറുണ്ട്. അപ്പോഴാണ് ഞാൻ അവിടെ ഒരാൾ ഇരുന്ന് എന്നെ നോക്കുന്നത് കണ്ടത്. എന്താടി നോക്കിയിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ കറിയും ഗോതമ്പ് ദോശയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ അങ്ങ് വെച്ച്, പിന്നെ അത് കഴിഞ്ഞ് ഗോതമ്പ് ദോശക്ക് മാവ് കലക്കുകയാണ്. ഒരു കൈ കൊണ്ട് ക്യാമറ ഇടത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കുന്നത്, അല്ലാതെ എനിക്ക് ഇളക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല. അപ്പോൾ അതൊക്കെ മാവ് കലക്കിയിട്ട് ഞാനൊരു ഭാഗത്തേക്ക് വെച്ച്. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തരം വളമാണ്. ഞാൻ എൻ്റെ ടേർട്ടിൽ വെയിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള, യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടിട്ട് ഒരു ചേട്ടൻ പറയുന്നത് കേട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണിത്. അത് എന്നിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളത് ഒഴിച്ചു കൊടുക്കുക. എന്താണെന്നറിയില്ല, എൻ്റെ ടർട്ടിൽ വെയിന് അങ്ങോട്ട് ഭയങ്കര ഡാമേജ് ആയി പോവുകയാണ്. അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് ഉണങ്ങി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ, എന്താവും അറിയില്ല. ഇനി അതിന് വേറെ എന്തെങ്കിലും വള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവസാനമായിട്ട് ഇനി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, എന്താണെന്നറിയില്ല. ടർട്ടിൽ വെയിന് ഇത് ചെയ്തിട്ടൊന്ന് നന്നായി വന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും വളം ഉണ്ടാക്കിയതല്ലേ, കുറച്ചധികം ഉണ്ടായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ള കുറച്ച് പ്ലാന്റ്സിനും കൂടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ പുതിയത് നട്ട ക്രീപ്പിംഗ് ചാർലി ആൻഡ് ഫ്ലെം വയലറ്റ് ആണ്. പിന്നെ ഇത് എൻ്റെ കളക്ഷൻ ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഗ്രാസ് കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ.
പിന്നെ എൻ്റെ സ്പാനിഷ് ഷോളിൻ്റെ ഭയങ്കര നീളം വെച്ച് വന്നിട്ടുണ്ട് മൂപ്പര്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വെട്ടി വേറെയിലേക്ക് വെക്കാൻ തീരെ തോന്നുന്നില്ല. ഈ ഒരു 2 വള്ളി മാത്രം നല്ല നീളത്തിൽ വന്ന് നില മുട്ടി വളഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് ആക്കണം. അത് കുറച്ചും കൂടി നീളം വെക്കുന്ന രീതിയിൽ നീളം ഹൈറ്റിൽ അത് കുറച്ചും കൂടി മാറ്റി കെട്ടിയിടണം. പിന്നെ ഇതിന് മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 2 ഫ്ലവർ ഉണ്ടായി പോയി. ഇപ്പോൾ കുറച്ചധികം തന്നെ മുട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ എന്നാണാവോ വിരിയ, വെയിറ്റിംഗ് ആണ്. ഇതൊക്കെ കാണാൻ ഒരു ഭംഗിയല്ലേ, നമ്മൾ നട്ട് വളർത്തിയ പ്ലാന്റ്സ് വളരുക, പിന്നെ അതിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണുക, പിന്നെ അതേപോലെ അതിന് ഫ്ലവറൊക്കെ വിരിഞ്ഞ് കാണുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. ഇതാണ് ഞാൻ അവസാനമായിട്ട് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് വേറെ ചട്ടിയിലേക്ക് ഞാൻ വളമൊക്കെ ഇട്ട് ചകിരിച്ചോറൊക്കെ ഇട്ട് ഒഴിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ടർട്ടിൽ വെയിന്. അപ്പോൾ ഇതിന് ഞാൻ വളം ഒഴിച്ചു കൊടുക്കട്ടെ. ബാക്കിയുള്ള വേറെ ചട്ടിയിലൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ചും കൂടി വളർന്നാൽ ഇലകളൊക്കെ മുകൾ ഭാഗത്തെ ഇലകളൊക്കെ കരിഞ്ഞ് പോവാണ്. അപ്പോൾ അതെന്താണെന്നറിയില്ല. അപ്പോൾ ഇത് കൊടുത്ത് നന്നായാൽ മതിയായിരുന്നു. പിന്നെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സും കൂടി വെച്ചിട്ടുണ്ട്. അതാണിത്. ഇത് പിന്നെ പുതിനയില ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2-4 തണ്ട് ബാക്കി വന്നപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നട്ട് വെച്ചു എന്ന് മാത്രം. മേ ബി ഉണ്ടായാലോ, അപ്പോൾ അതിൽ നമുക്ക് പൊട്ടിക്കാലോ. ഇപ്പോൾ അതിൻ്റെ അടിയത്തെ ഉണ്ടായിരുന്ന ലീഫൊക്കെ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ മുകളിൽ പുതിയ ന്യൂ ലീവ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിലേക്ക് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടതാണ്, അവിടെ ഒരാളിരുന്ന് ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നുണ്ട്. താഴെ ഇത്തിരി റേഞ്ച് കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് മുകളിൽ വന്നിരുന്നിട്ടാണ്. ഇതാണ് അവൻ്റെ സ്ഥലം ക്ലാസ് കേൾക്കുന്നതിന്. മുരിങ്ങടലയും പരിപ്പും മുരിങ്ങടല കഞ്ഞി. അങ്ങേ അറ്റ വരെ വളർന്നുണ്ടല്ലോ മുരിങ്ങടല നെല്ല്. ഇടക്ക് പൊട്ടിക്കണേ. ABCD പറഞ്ഞേ. എന്ത് ഉറക്കെ പറയേ. എന്താണ് ABCD ജനിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചത്തെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്ത് പോയി. ഞാനും താത്തയും കൂടിയിട്ടൊന്ന് പുറത്ത് പോയി. അപ്പോൾ ഞാൻ ഒരു വലിയ അബായ കണക്ക് ഇട്ടേക്കുന്നു കേട്ടോ. മാസ്കൊക്കെ ഉണ്ട് കേട്ടോ കയ്യിലല്ല മുഖത്തും വെക്കും, ഇറങ്ങുന്ന സമയത്ത് വെക്കും. അപ്പോൾ ഒന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു മൊബൈൽ ഷോപ്പിൽ, പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയേക്കായിരുന്നു. അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ മറ്റേ പെട്ടി വണ്ടിയൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തി അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് മണ്ണിൻ്റെ മൺചട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു സ്പെഷ്യൽ സാധനം കണ്ട മണ്ണിൻ്റെ പുട്ടും കൂടെ ആണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ.
പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രക്കടയിൽ കയറി. പാത്രം വാങ്ങാൻ കയറിയതല്ല, താത്താടെ മോൻക്ക് ലോറി വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി. ഇതൊക്കെയാണ് പരിപാടി. പിന്നെ വീട്ടിലൊക്കെ എത്തി ഈവനിങ് ഒരു സ്നാക്ക് ഉണ്ടാക്കിയതാണ്, പഴം പോള. യൂട്യൂബിൽ തന്നെ നോക്കി ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്താ ഉള്ളത് വെച്ചെങ്കിൽ അത് വഴറ്റി എടുക്കുക. അതിനുശേഷം നേന്ത്രപ്പഴം നുറുക്കി വെച്ചതും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ എന്നല്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക നെയ്യിൽ. പിന്നെ അത് 2 മുട്ടയും കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട്, പിന്നെ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി അല്ലെങ്കിൽ ഏലക്കയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക മിക്സിയിൽ. പിന്നെ അതിന് ശേഷം പഴവും ഈ ഒരു മുട്ടയുടെ മിക്സും കൂടിയിട്ട് രണ്ടും കൂടി മിക്സാക്കിയിട്ട് കുക്കറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാനിലോ എങ്ങനെ വെച്ചിട്ട് സാധാരണ പോള ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ അടിയിലായിട്ട് നെയ്യ് പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട്ടിയുള്ള ഒരു തവ അടിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് ഇതേപോലെ മൂടി വെച്ചിട്ട് 20 മിനിറ്റോളം വേവിച്ചെടുക്കുക. അങ്ങനെ അപ്പോൾ അത് ഉണ്ടായി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. പിന്നെ അത് ഞങ്ങൾ കുറച്ച് പൊട്ടിയിട്ടൊക്കെ പോയിട്ടോ. ഞങ്ങളെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഓർമ്മ വന്നത്. അപ്പോൾ വീഡിയോ എടുത്തതാണിത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ അല്ല എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കിടക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.